ഹലോ, ഓഡിബിളും വിസിബിളും ആണോ ഞാൻ? എന്നെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ ആൻഡ് വിസിബിൾ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഡ്രെയിനേജ് സിസ്റ്റംസിനെ പറ്റിയാണ്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേൾക്കുന്ന ഡ്രെയിനേജ് സിസ്റ്റം വേറെയാണല്ലേ? ആ സിസ്റ്റം അല്ല, റിവർ സിസ്റ്റങ്ങളെ പറ്റിയാണ്. അപ്പോൾ റിവർ സിസ്റ്റത്തെ ജിയോളജിക്കലി അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കലി നമ്മൾ പറയുന്നത് ഡ്രെയിനേജ് സിസ്റ്റംസ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ബേസിക്കലി ഇത് എന്താ, എങ്ങനെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ജിയോളജിക്കലി നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഒരു വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ വെള്ളമുള്ള, അതായത് ഒരു ലെവൽ, നമ്മളിപ്പോൾ ഒരു കിണർ കുഴിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാമല്ലേ, ഒരു സർട്ടൻ ലെവൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ വാട്ടർ കാണാൻ കഴിയുള്ളൂ, അല്ലെ വെള്ളം കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രിയാറ്റിക് സർഫസ് എന്നൊക്കെ അതിനെ പറയും. ഓക്കെ, അപ്പോൾ വാട്ടെവർ, നമ്മൾ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരേ ഡെപ്തിലായിരിക്കില്ല. അതുകൊണ്ടാണല്ലേ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ കിണർ കുഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെപ്തിൽ നമുക്ക് വെള്ളം കിട്ടുന്നത്. സോ ഒരു വാട്ടർ ടേബിൾ അതെന്ത് ചെയ്യാണ്, നമ്മുടെ സർഫസിൽ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു വാട്ടർ ടേബിൾ. അപ്പോൾ എന്താണ്, ജനറലി എന്താണ്, അവരിങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും, പോകും. അത് എപ്പോഴെങ്കിലും ഒക്കെ നമ്മളെന്താണ് ഒരു സർഫസിൽ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതുവഴി വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് വരാൻ, സർഫസിലേക്ക് എന്താണ് ഒരു സർഫസ് റൺ ഓഫ് ആയിട്ട് ഒഴുകാൻ വേണ്ടി തുടങ്ങും. അതൊരു എന്താണ് ഡിസ്ചാർജ് ഏരിയ ആയിട്ട്. അപ്പോൾ എന്താണ് ഡിസ്ചാർജ് ഏരിയ എന്ന് പറഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഏരിയ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഒരു റിവർ ഒറിജിൻ ചെയ്യുന്നത്. അപ്പോൾ ആ റിവർ എന്ത് ചെയ്യും, ഇനി എന്താണ് ഒരു ചെറിയൊരു അരുവി ഉണ്ടായെന്നിരിക്കട്ടെ. അപ്പോൾ ആ അരുവി ഇങ്ങനെ എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ ഒഴുകും. അപ്പോൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഇതുപോലെ ഉത്ഭവിക്കുന്ന, അല്ലെങ്കിൽ സോഴ്സ് റീജിയനിൽ നിന്ന് ഉണ്ടാകുന്ന ഡിസ്ചാർജുകളെല്ലാം കൂടി എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ വന്ന് ഒരു സ്ട്രീമിൽ ജോയിൻ ചെയ്യും. ഇവരെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു മെയിൻ കോഴ്സായിട്ട് ഒരു റിവർ എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. ടെക്നിക്കലി ഒരു സ്ട്രീമിനെ, ഒരു അരുവിയെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റിവർ അല്ലെങ്കിൽ ഒരു റിവർ സിസ്റ്റം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന് മിനിമം 15 കിലോമീറ്റർ എങ്കിലും നീളം വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു റൂള്. അത് എങ്ങനത്തെ റൂളാണ്, ജിയോഗ്രാഫിക്കലി ഉള്ള റൂൾ അല്ല, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒരു സ്ട്രീമിനെ ഒഴുകുന്ന ഒരു ഡിസ്ചാർജിനെ, വെള്ളം ഒഴുകുന്ന ഒരു ഡിസ്ചാർജിനെ റിവർ എന്ന് വിളിക്കണമെങ്കിൽ, അതിനൊരു നദി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, മിനിമം എന്ത് ചെയ്യണം, 15 കിലോമീറ്റേഴ്സ്, 15 കിലോമീറ്റർ എങ്കിലും എന്ത് ചെയ്യണം, അത് ഒഴുകിയിരിക്കണം, അതിന്റെ ലെങ്ത് അത്രയെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഒരു റിവർ, ഞാൻ പറഞ്ഞു അല്ലേ, ഒരിടത്തുനിന്ന് ഒഴുകുന്നു, അതിലേക്ക് എന്ത് ചെയ്യുന്നു, വേറെ സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, വേറെ സ്ട്രീംസ്, വെറൈറ്റി ഓഫ് സ്ട്രീംസ് എന്ത് ചെയ്യും, പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ഈ ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു റിവർ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലെ എന്താണ് ഈ മെയിനായിട്ട് ഒഴുകുന്ന ഈ ഒരു റിവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൻ കോഴ്സ് എന്ന് പറയും. മെയിൻ കോഴ്സ് എന്ന് അതായത് മുഴുവൻ, ആദ്യം എന്താണ് മെയിൻ ആയിട്ടുള്ള ആള്, മെയിൻ റിവർ എന്ന് പറയും. ഇനി ഇതിലേക്ക് ഒഴുകിയെത്തുന്ന, അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന കുഞ്ഞു 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 അരുവികൾ, അല്ലെങ്കിൽ സ്ട്രീംസ്, അല്ലെങ്കിൽ റിവേഴ്സ് ഇല്ലേ, അത്തരം ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഒരു മെയിൻ റിവറിലേക്ക് വെള്ളം അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്ന, കൊണ്ടെത്തിക്കുന്ന അരുവികളെ, അല്ലെങ്കിൽ സ്ട്രീംസിനെ, അല്ലെങ്കിൽ നദികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, ചിലപ്പോൾ അത് സ്ട്രീംസ് ആയിരിക്കാം, ചിലപ്പോൾ ചെറിയ ഡിസ്ചാർജസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെയിൻ നദി തന്നെ ആയിരിക്കാം, വേറെ വലിയ ഡിസ്ട്രിബ്യൂട്ടറി സിസ്റ്റം ഉള്ള ഒരു നദി തന്നെ, ട്രിബ്യൂട്ടറി സിസ്റ്റം ഉള്ള ഒരു വലിയ നദി തന്നെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു മെയിൻ റിവറിലേക്ക് വെള്ളം കൊണ്ടുവന്നെത്തിക്കുന്ന ഇത്തരം കുഞ്ഞു 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 നദികളെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്.
ഇനി എന്ത് ചെയ്യാണ്, ഈ ഒരു മെയിൻ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു മെയിൻ റിവർ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, കുറേ ദൂരം ഇത് ഒഴുകി 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 എത്തുന്ന സമയത്ത് ഇതിനെന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒരു മെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു മെയിൻ റിവർ എന്ത് ചെയ്യാം, ബൈഫർക്കേറ്റ് ചെയ്യോ ട്രൈഫർക്കേറ്റ് ചെയ്യോ അങ്ങനെ എന്താണ് ഇഷ്ടമുള്ള രീതിയിൽ അത് പിരിഞ്ഞൊഴുക അല്ലേ. ആ ഒരു മെയിൻ റിവർ എന്ത് ചെയ്യാം, 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ പിരിഞ്ഞൊഴുകാം. അങ്ങനെ ആ ഒരു മെയിൻ റിവറിന്റെ അല്ലെങ്കിൽ ആ ഒരു മെയിൻ കോഴ്സ് അങ്ങനെ പിരിഞ്ഞൊഴുകി കഴിഞ്ഞ് നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്, ഡിസ്ട്രിബ്യൂട്ടറീസ്. ഡിസ്ട്രിബ്യൂട്ടറീസ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്. ഏതാണെന്ന് അറിയാമോ, ഹൂഗ്ലി അല്ലേ, നമ്മുടെ കൊൽക്കട്ട നഗരം അല്ലേ, അല്ലെങ്കിൽ കൽക്കട്ട നഗരത്തിലൂടെ ഒഴുകുന്ന എന്താണ് ഗ്യാഞ്ചസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂട്ടറിയാണ് ഹൂഗ്ലി റിവർ അല്ലെ. ഗംഗാ നദിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറിയാണ് ഇത് ഹൂഗ്ലി റിവർ എന്ന് പറയുന്നത്. ഇനി ഗംഗാ നദിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രിബ്യൂട്ടറി ആണ് ഇത് യമുന റിവർ. യമുന റിവർ. അപ്പൊ ഈ രണ്ട് റിവേഴ്സിന്റെ വ്യത്യാസം മനസ്സിലായോ? ഹൂഗ്ലി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറിയാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്ത് ഒഴുകുകയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, കുറച്ച് വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം, അയാൾ മാറി ഒഴുകുകയാണ്. എന്നാൽ യമുന എന്താണ്, അതിലേക്ക് വന്ന് ചേരുകയാണ്. ഇതാണ് തമ്മിലുള്ള എന്താണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മൾ എന്താണ് ഒരു റിവറിന് ഒത്തിരി അധികം എന്താണ് ട്രിബ്യൂട്ടറീസും ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ വളരെ ബ്രാഞ്ചസ് ആയിട്ട് എന്താണ് വളരെ വലിയ രീതിയിൽ ഒഴുകുന്ന ഒരു റിവർ സിസ്റ്റം ആണെന്നിരിക്കട്ടെ. അപ്പൊ ആ റിവർ സിസ്റ്റത്തിലേക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന ട്രിബ്യൂട്ടറീസ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ ട്രിബ്യൂട്ടറീസ്, അതിന്റെ ട്രിബ്യൂട്ടറീസ്, അങ്ങനെ എന്താണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറീസ്, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് വരുന്ന ഒരു ലാർജർ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു റിവർ സിസ്റ്റത്തിന്റെ ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു മെയിൻ റിവറിലേക്ക് വെള്ളം ഡ്രെയിൻ ചെയ്തു വരുന്ന, ഇനി ഏതൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ ആ മെയിൻ കോഴ്സ് ഒഴുകുന്നതിന് ചിലപ്പോൾ ഒരു 100 കിലോമീറ്റർ ഇപ്പുറത്ത് എന്തായിരിക്കും അതിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരു ട്രിബ്യൂട്ടറി ഉണ്ടായിരിക്കാം. അപ്പൊ ആ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും, അതിന്റെ ട്രിബ്യൂട്ടറി എന്ന് തന്നെ പറയും. ആ ട്രിബ്യൂട്ടറിയുടെ ഏരിയയെ നമ്മൾ എന്ത് ചെയ്യും, ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു ലാർജർ ഏരിയ ആണ് എന്ത് പറയുന്നത്, ഒരു റിവർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു റിവറിന്റെ ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി 2000 കിലോമീറ്റർ അപ്പുറത്തായിക്കോട്ടെ, ഇനി എത്ര കിലോമീറ്ററുകൾ അപ്പുറത്താണെങ്കിലും അതിലേക്ക് വെള്ളം ആ ഏരിയയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെയിൻ റിവറിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആയിട്ട് തന്നെ പറയും. ഇനി ക്യാച്ച്മെന്റ് എന്ന് മാത്രമല്ലാതെ അതിനെ വാട്ടർ ഷെഡ് ഏരിയ എന്ന് പറയാറുണ്ട്. വാട്ടർ ഷെഡ് ഏരിയ എന്ന് പറയാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാച്ച്മെന്റ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്താണ് മെയിൻ റിവർ, എന്താണ് ട്രിബ്യൂട്ടറീസ്, എന്താണ് ഡിസ്ട്രിബ്യൂട്ടറീസ്, എന്താണ് ക്യാച്ച്മെന്റ് അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ഏരിയ എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ജോഗ്രഫി എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രധാനമായും 2 രീതിയിൽ അല്ലെങ്കിൽ 2 എന്താണ് ഡിഫറെന്റ് കാറ്റഗറിയിൽ നമുക്ക് ഇന്ത്യൻ റിവേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇന്ത്യൻ റിവേഴ്സിനെ നമുക്ക് എന്താണ് പ്രധാനമായും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സ് ആണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സ് ആണ്. അപ്പൊ പേര് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഹിമാലയൻ മൗണ്ടൈൻസിൽ നിന്ന് അല്ലെ, ഹിമാലയൻ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൈൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം എന്താണ് പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പൊ എന്താണ് നമുക്കറിയാം അല്ലെ, ആ മുകളിൽ നിന്ന് മാറി എന്താണ് താഴെ അല്ലെ, നമ്മുടെ താഴെ എന്താണ് നമ്മുടെ ആ ഒരു പെനിൻസുലാർ പ്ലേറ്റ്യൂലേക്ക് നിന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഉത്ഭവിച്ച് ഒഴുകുന്ന നദികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ഹിമാലയൻ റിവർ സിസ്റ്റംസ് ആണ് ഏത്, ഇൻഡസ്, നെക്സ്റ്റ് വരുന്നത് ഗാഞ്ചസ്,
നെക്സ്റ്റ് വരുന്നത് ബ്രഹ്മപുത്ര. അപ്പൊ 3 പ്രധാനപ്പെട്ട റിവേഴ്സിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹിമാലയൻ റിവർ സിസ്റ്റത്തിൽ പഠിക്കുന്നത്. അപ്പം പ്രധാനമായി നമ്മൾ എന്താണ് 3 റിവർ സിസ്റ്റത്തെ പറ്റി, ഈ ഹിമാലയൻ റിവർ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻഡസ്, സെക്കൻഡ് വൺ ഗാഞ്ചസ്, തേർഡ് വൺ ബ്രഹ്മപുത്ര. ഇനി നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ ആണ് ഏത്, ഇൻഡസ് അഥവാ സിന്ധു എന്നറിയപ്പെടുന്ന, അല്ലെ, സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്നറിയപ്പെടുന്ന ഈ ഒരു റിവർ ആണെന്ത്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ ആണ് ഏത്, ഇൻഡസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ ഏതാണ്, ഗാഞ്ചസ് ആണ്, അല്ലെ, ഗംഗാ നദിയാണ് എന്ത്, ഇന്ത്യയിലെ ഏറ്റവും ലെങ്ത് കൂടിയ നദി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള നദി ഏതാണ്, ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ഏറ്റവും ഡെപ്ത് ഉള്ള നദി എന്ന് പറയുന്നത്. ഇനി ഇൻഡസ് നമുക്കറിയാം, അല്ലെ, ടിബറ്റൻ ഏരിയ, ടിബറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ അണ്ടറിലുള്ള, അല്ലെ, ചൈനയുടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും 3 രാജ്യങ്ങളിലൂടെ നമ്മുടെ ഇൻഡസ് ഒഴുകുന്നു. ഇപ്പൊ ചൈന, അല്ലെ, നമുക്ക് ചൈനയുടെ ടിബറ്റൻ ഏരിയയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക്, അല്ലെ, ഇന്ത്യയിൽ എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗത്തൂടെ എന്താണ് ഒഴുകി അതിനുശേഷം പാകിസ്ഥാനിലൂടെ അറേബ്യൻ സീയിലേക്ക് പതിക്കുന്ന നദിയാണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഇനി ഗാഞ്ചസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും 2 രാജ്യങ്ങളിലൂടെ, അല്ലെ, ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എന്താണ് താഴേക്ക്, അല്ലെ, നമ്മുടെ എന്താണ് ഉത്തരാഖണ്ഡിൽ നിന്ന് നേരെ എന്താണ് ഉത്തർപ്രദേശ് വഴി എന്താണ് ഒഴുകി ബീഹാർ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള എന്താണ് നമ്മുടെ സ്റ്റേറ്റുകളിലൂടെ ഒഴുകി ബംഗ്ലാദേശിലേക്ക് എത്തുന്നു. അതിനുശേഷം ബ്രഹ്മപുത്രയുമായി ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം വേൾഡിലെ എന്താണ് ലാർജസ്റ്റ് ആയിട്ടുള്ള എന്താണ് സുന്ദർബൻസ്, അല്ലെ, സുന്ദർബൻസ് ഉണ്ടാക്കിക്കൊണ്ട് അതെന്ത് ചെയ്യുന്നു, ബേ ഓഫ് ബംഗാളിലേക്ക് എത്തുന്നു. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട ആളാണ് ബ്രഹ്മപുത്ര പ്രധാനമായും എന്ത് ചെയ്യുന്നത്, ടിബറ്റിൽ, അല്ലെ, നമ്മുടെ ഈ സിന്ധു ഉത്ഭവിക്കുന്ന എന്താണ് ആ ഒരു മാൻസരോവർ എന്ന് പറയുന്ന ലേക്കിന്റെ മറുഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ആ ഭാഗത്തെ വേറൊരു ഗ്ലേഷ്യർ കൈലാഷ് റേഞ്ച് എന്നാണ് എന്താണ് ഇൻഡസ് ഉത്ഭവിക്കുന്നത്. അതേ റേഞ്ചിൽ നിന്ന് തന്നെയാണ് എന്ത് ബ്രഹ്മപുത്രയും ഉത്ഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞു ടിബറ്റിൽ ഇതിനെ സാങ്പോ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സാങ്പോ എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ വലിയൊരു ഭാഗം ഒഴുകുന്നത് ഈ ഒരു ടിബറ്റിലൂടെയാണ് കേട്ടോ. അതിനുശേഷം അരുണാചൽ പ്രദേശിലെ ദിഹാങ് എന്ന് പറയുന്ന ആ ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുന്നു. അതിനുശേഷം ആസാമിലെ സാദിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ദിബാങ്, ലോഹിത് എന്ന് പറയുന്ന ഈ 2 റിവേഴ്സുമായിട്ട് ദിഹാങ് എന്നാണ് നമ്മുടെ എന്താണ് ഇന്ത്യയിലേക്ക് അരുണാചൽ പ്രദേശ് കയറുമ്പോൾ ഉള്ള പേര്. അതിനുശേഷം ദിബാങ് ലോഹിത് എന്ന് പറയുന്ന 2 റിവേഴ്സുമായി ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സാദിയയിൽ വെച്ച് നമ്മുടെ ആസാമിലെ സാദിയയിൽ വെച്ചിട്ട് നമ്മുടെ എന്ത് ചെയ്യും, ഈ ബ്രഹ്മപുത്ര എന്നുള്ളൊരു പേര് സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു നദി ഒഴുകും. ആസാമിലൂടെയാണ്, ഇന്ത്യയിലെ കൂടുതൽ ഭാഗവും ആസാമിലൂടെയാണ് ഒഴുകുന്നത്. അതിനുശേഷം ധൂബ്രിയിൽ വെച്ച്, അല്ലെ, ധൂബ്രി എന്ന് പറയുന്ന ആസാമിലെ തന്നെ ധൂബ്രി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യും, അത് ബംഗ്ലാദേശിലേക്ക് താഴെ ഒഴുകും, അല്ലെ, ബംഗ്ലാദേശിലേക്ക് ഒഴുകി എന്ത് ചെയ്യും, നമ്മുടെ ഗാഞ്ചസുമായി ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താണ് ബംഗ്ലാദേശിലേക്ക് എന്ത് ചെയ്യും, ബ്രഹ്മപുത്ര എൻ്റർ ചെയ്യുമ്പോഴേക്കും അതിന്റെ പേര് ജമുന എന്ന് മാറുന്നു. അതിന് നമ്മുടെ ഗാഞ്ചസ് എന്താണ് അറിയപ്പെടുന്നത്, പത്മ, അല്ലെ, പത്മയുമായി ജമുന ജോയിൻ ചെയ്ത് കുറച്ചു ദൂരം പത്മ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നു. അതിനുശേഷം എന്താണ് പിന്നെ മേഘ്ന എന്നുള്ള പേരിൽ അറിയപ്പെട്ട് എഗെയിൻ എന്താണ് സുന്ദർബൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബേ ഓഫ് ബംഗാളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ എന്താണ് ഒരു വൈഡ് റേഞ്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ ഒരു 3 റിവർ സിസ്റ്റത്തിന്റെ ഈ ഒഴുക്കിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഇവരുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ഏതാണ്, ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള നമുക്ക് എന്താണ് വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇൻഡസ് റിവർ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം പറയാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇൻഡസിലേക്ക് പോട്ടെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഇൻഡസ് റിവർ സിസ്റ്റത്തെ പറ്റിയാണ്.
റിവർ സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാമല്ലേ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിവർ ആണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഇൻഡസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 2900 കിലോമീറ്റേഴ്സ് അല്ലെ, ടോട്ടൽ ഒരു 2900 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള എന്താണ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇൻഡസിനെ തന്നെ നമ്മൾ എന്താണ്, നമ്മൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു അല്ലെ, സിന്ധു നദിയിൽ നമ്മൾ എന്ത് ചെയ്യും അറിയപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇന്ത്യയിലെ വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള റിവർ കൂടിയാണ് എന്ത് നമ്മുടെ ഇൻഡസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ടിബറ്റിലാണ് അല്ലെ, ടിബറ്റിലെ ബൊക്കാർഷു എന്ന് പറയുന്ന എന്താണ് ഒരു ഗ്ലേഷ്യറിൽ നിന്ന് മാനസരോവർ അപ്പൊ എന്താണ് ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത് ടിബറ്റൻ റീജിയനിലെ മാനസ് സരോവർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള ലേക്കാണ് മാനസ് സരോവർ എന്ന് പറയുന്ന ലേക്കിനടുത്തുള്ള ബൊക്കാർഷു എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ് റിവർ എന്ത് ചെയ്യുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഏത് റേഞ്ചിലാണ്? നേരത്തെ പറഞ്ഞല്ലേ കൈലാഷ് മൗണ്ടെയിൻ റേഞ്ചിലാണ്. കൈലാഷ് മൗണ്ടെയിൻ റേഞ്ചിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡസ് റിവർ എന്ത് ചെയ്യുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ടിബറ്റില് ഇയാൾ പറയുന്ന അല്ലെങ്കിൽ ഈ സിന്ധു റിവർ അല്ലെങ്കിൽ ഒരു ഇൻഡസ് റിവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സിംഘി കാമ്പൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഇൻഡസ് റിവർ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഡസ് റിവർ അറിയപ്പെടുന്നത്. എന്താണ് അതിന്റെ പേര്? ലയൺസ് മൗത്ത് എന്നാണ് എന്ത് ചെയ്യുന്നത് അത് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സിംഘി കാമ്പൻ എന്ന് പറയുന്ന ഒരു പേരിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ് റിവർ സിസ്റ്റം ടിബറ്റില് അറിയപ്പെടുന്നത്. എന്താണ് അതിന്റെ മീനിങ്? ലയൺസ് മൗത്ത് എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഈ ഒരു സിംഘി കാമ്പന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാലോ ടിബറ്റിൽ ഒറിജിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യും അത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് ലഡാക്കിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ലഡാക്കിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലഡാക്കിലൂടെ ഒഴുകുന്ന സമയത്ത് നമ്മുടെ ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ഷ്യോക്ക്, ഗിൽഗിത്ത്, ഹൻസ എന്ന് പറയുന്ന ഈ മൂന്ന് പ്രധാനപ്പെട്ട റിവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ലഡാക്കിലൂടെ ഒഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഇൻഡസ് നേരെ ലഡാക്കിലേക്ക് കയറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡസിലേക്ക് എന്ത് ചെയ്യുന്നത് ചേർന്ന് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഷ്യോക്ക്, ഗിൽഗിത്ത്, ഹൻസ എന്ന് പറയുന്ന ഈ മൂന്ന് റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ലഡാക്കിലൂടെ ഒഴുകുന്ന സമയത്ത് ഇൻഡസ് റിവറുമായി ചേർന്ന് ഒഴുകാൻ തുടങ്ങുന്നുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ന്യൂബ്ര, ഷിഗർ, ഗ്യാസ്റ്റിംഗ്, ഡ്രാസ് ഇങ്ങനെയൊക്കെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട് വേറെയും ട്രിബ്യൂട്ടറീസ് എന്താണ് നമ്മുടെ ഈ ഒരു ഇൻഡസിനുണ്ട്. നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ഷ്യോക്ക്, ഗിൽഗിത്ത്, ഹൻസ എന്ന് പറയുന്ന ഹിമാലയൻ റിവേഴ്സ് എന്താണ് ഇൻഡസിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. കുറേ അധികം വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് ഇവർ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ജസ്റ്റ് നന്നായിട്ടൊന്ന് ഓർത്തു വച്ചിരിക്കുക. ഇനി നമ്മൾ എന്താണ് നമ്മൾ ഈ നൂബ്രയെ പറ്റി പറഞ്ഞു, എന്താണ് ഗിൽഗിത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ. നമ്മൾ കേട്ടിട്ടുള്ള സിന്ധുവിന്റെ പ്രധാനപ്പെട്ട എന്താണ് ട്രിബ്യൂട്ടറീസ് ഇവരല്ലേ. അപ്പൊ അത് ആരൊക്കെയാണ്? പഞ്ചനദ് എന്നറിയപ്പെടും. പഞ്ചനദ് എന്ന് പറയുമ്പോൾ 5 നദി അല്ലേ. അപ്പൊ ആ 5 നദികളാണ് പ്രധാനപ്പെട്ട എന്താണ് നമ്മുടെ ഈ ഒരു ഇൻഡസിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. സത്ലജ്, ബിയാസ്, രവി, ചെനാബ്, ഝലം ഇവരാണെന്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഡസിന്റെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഈ 5 പേരാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അവരെ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജലത്തിനെ പറ്റിയാണ്, ജലം നദിയെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആണല്ലേ, യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിലെ വെരിനാഗ് എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്ന് അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ വെരിനാഗ് എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഏത് ചെലം നദി എന്ന് പറയുന്നത് ഏകദേശം 724 കിലോമീറ്റർ ആണ്. ഏകദേശം 724 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഈ ചെലം നദിയുടെ എന്താണ് മൊത്തത്തിലുള്ള ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം അല്ലേ വൂളാർ ലേക്ക്, ശ്രീനഗറിലെ വൂളാർ ലേക്ക് എന്ന് പറയുന്ന എന്താണ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അല്ലേ.
അപ്പോൾ ആ ശ്രീനഗർ സിറ്റിയിലെ വൂളാർ ലേക്കിന്റെ വൂളാർ ലേക്കൊക്കെ ഈ ഒരു ജലം നദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട് ഈ ഭാഗത്ത്. ഈ നമ്മുടെ ഇന്ത്യ പാക് ബൗണ്ടറിയിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ഫോം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നദി കൂടിയാണ് ഏത്? നമ്മുടെ ഈ ഒരു ചെലം നദി എന്ന് പറയുന്നത്. ചെലം നദി എന്ത് ചെയ്യും? പിന്നീട് ചെനാബുമായിട്ട് എന്ത് ചെയ്യും? പാകിസ്ഥാനിൽ വെച്ചിട്ട് ചെലം നദി ചെനാബുമായിട്ട് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ആൻഷ്യൻ ടൈം എന്ന് പറയുന്നത് വിതാസ്ത എന്നുള്ള പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ചെലം റിവർ അറിയപ്പെടുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ചെലത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ വെരിനാഗ് റീജിയൻ അല്ലെ, ജമ്മു ആൻഡ് കാശ്മീരിലെ വെരിനാഗ് എന്ന് പറയുന്ന റീജിയനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. 724 കിലോമീറ്റർ അല്ലെ, 724 കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ശ്രീനഗർ, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സിറ്റി ആയിട്ടുള്ള ശ്രീനഗർ എന്ന് പറയുന്ന ഈ ചെലം റിവറിന്റെ ബാങ്ക്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉള്ളത് എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറിയിലൂടെ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ബോർഡറിൽ കൂടി, ആ ഇന്ത്യ പാക് ബൗണ്ടറി അല്ലെങ്കിൽ ആ ബോർഡറിൽ കൂടി ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട റിവർ കൂടിയാണ് നമ്മുടെ ചെലം എന്ന് പറയുന്നത്. അതിനുശേഷം ചെലം നദി നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല. ചെനാബുമായി ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. വിതാസ്ത എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻഷ്യൻ നൈമ വേദാസിലൊക്കെ ഇവരറിയപ്പെടുന്നത് വിതാസ്ത എന്നുള്ള പേരിലാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? നെക്സ്റ്റിലേക്ക് പോട്ടെ. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഏതാ? ചെനാബ്. നമ്മൾ ആദ്യം നോക്കിയ ചലം നദി, നെക്സ്റ്റ് ചെനാബ്. അപ്പോ നമ്മുടെ സസ്കർ റേഞ്ചിലുള്ള, നമുക്കറിയാലേ കാരക്കോറം, ലഡാക്ക്, സസ്കർ റേഞ്ചിലുള്ള ബാരാലച്ചാല അല്ലെ, നമ്മുടെ ബാരാലച്ചാല എന്ന് പറയുന്ന പാസിൽ അല്ലെ, ആ ഒരു പാസിൽ കൂടി ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു റിവർ ആണ് ഇത് ചെനാബ് എന്ന് പറയുന്നത്. ബാരാലച്ചാല എന്ന് പറയുന്ന പാസിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റിവർ ആണ് ഇത് ചെനാബ് എന്ന് പറയുന്നത്. 1180 കിലോമീറ്റർ 1180 കിലോമീറ്റർ ആണ് നമ്മുടെ ചെനാബ് റിവറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ശരിക്കും ഈ ചെനാബ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരൊറ്റ റിവർ ആയിട്ടല്ല. അവർ രണ്ടുപേരും ഈ ചെനാബിന് രണ്ട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്മോളർ സ്ട്രീംസ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം ലേറ്റർ എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് എന്ത് ചെയ്യും? ഒഴുകും. ആ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് ഒഴുകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ചെനാബ് എന്നുള്ള പേര് ഇവർക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയാണ്, ഏതൊക്കെ റിവേഴ്സ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ രണ്ട് റിവേഴ്സ് പറയും. ചെനാബ്, നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? രണ്ട് റിവേഴ്സ് കണ്ടോ? രണ്ട് റിവേഴ്സ്, ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള രണ്ട് റിവേഴ്സ്, ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള രണ്ട് കുഞ്ഞു സ്ട്രീംസ് എന്ത് ചെയ്യും? ആദ്യം ഒറിജിനേറ്റ് ചെയ്തതിനു ശേഷം ഇവരെന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. കുറച്ചു ദൂരം മുന്നോട്ടൊഴുകി ഇവര് കമ്പൈൻ ചെയ്യും. അവിടെ വെച്ച് ഇയാളുടെ പേരെന്താവും? ചന്ദ്രഭാഗ എന്നുള്ള പേര് സ്വീകരിക്കുന്നു. ലേറ്റർ പിന്നീട് അത് ചെനാബായി മാറുന്നു. ഓക്കെ. അപ്പോൾ ശരിക്കും ചെനാബ് എന്ന് പറയുന്ന ഒറ്റ റിവറായിട്ടല്ല ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ചെനാബ് എന്നല്ല പറയുന്നത്. ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള രണ്ട് സ്ട്രീംസ് ആയി ഇവർ ഉത്ഭവിക്കുന്നു. അല്ലെങ്കിൽ സോഴ്സ് റീജിയൻ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ച് വന്ന് ഇവർ ഒരുമിച്ച് ചേരുന്നു. ചന്ദ്രഭാഗ എന്നുള്ള പേര് സ്വീകരിക്കുന്നു. ലേറ്റർ ചെനാബ് എന്നായി മാറുന്നു. ഇനി ആൻഷ്യൻ നെയിം അസ്കിനി എന്ന് പേരാണ് നമ്മുടെ വേദാസിൽ ഇയാളെ അറിയപ്പെടുന്നത്. അസ്കിനി എന്നാണ്. ASKINI അസ്കിനി എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ചെനാബിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ബാരാലച്ചാല 1180 കിലോമീറ്റർ, ചന്ദ്രഭാഗ രണ്ട് റിവേഴ്സ് ലേറ്റർ കമ്പൈൻഡ് ടു നോൺ ആസ് ചന്ദ്രഭാഗ. ദെൻ ആൻഷ്യൻ നെയിം അസ്കിനി എന്നുള്ളതാണ് നമ്മുടെ ചെനാബിന്റെ ആൻഷ്യൻ നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ആളാണ് രവി എന്ന് പറയുന്ന റിവർ. നമുക്കറിയാം അല്ലേ, റോഹ്താങ് പാസ് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് പാസിനടുത്തുള്ള കുളുവിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രവി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ എന്താണ് 725 കിലോമീറ്റർ ആണ്. 725 ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. പരുസ്നി, അതുപോലെ തന്നെ ഐരാവതി, പരുസ്നി, അതുപോലെ ഐരാവതി എന്നൊക്കെ അറിയപ്പെടുന്നത്, ആൻഷ്യൻ നൈംസിൽ അറിയപ്പെടുന്നത് ഈ ഒരു രവി റിവർ ആണ്. ഇപ്പൊ രവി എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? കുളു അല്ലേ, റോഹ്താങ് പാസിലുള്ള കുളു, അടുത്തുള്ള കുളുവിൽ വെച്ച് ഒറിജിനേറ്റ് ചെയ്യുന്നു. 725 ആണ് രവിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 725 ആണ് എന്താ നമ്മുടെ രവിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ആളാണ് ബിയാസ് എന്ന് പറയുന്നത്. ഈ അഞ്ച് നദികളിലും അല്ലെങ്കിൽ എന്താണ് പഞ്ച്നദ് എന്നറിയപ്പെടുന്ന ഈ ഒരു 5 നദികളിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എന്താണ് ട്രിബ്യൂട്ടറി ആണ്. ഇൻഡസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ് ഏത്? ബിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഈ 5 നദികളിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ് എന്ത്? ബിയാസ് എന്ന് പറയുന്നത്. 460 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന നമ്മുടെ ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറി കൂടിയാണ് ഏത്? ബിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ചെലം വന്നിട്ട് ചെനാബി ചേരൂ എന്ന് പറഞ്ഞല്ലേ, അതുപോലെ ബിയാസ് നദി എവിടെയാണ്? സത്ലജിലാണ്. ബിയാസ് നദി എന്താണ് സത്ലജുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെർജ് ചെയ്യുന്നത്. ഇനി അത് എവിടെ വെച്ചിട്ടാണ് മെർജ് ചെയ്യുന്നത്? പഞ്ചാബിലെ ഹരിക്കെ എന്ന് പറയുന്ന ഒരു എന്താണ് റാംസാർ സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് പഞ്ചാബിലെ ഹരിക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബിയാസ് റിവർ സത്ലജുമായിട്ട് എന്ത് ചെയ്യുന്നത്? മെർജ് ചെയ്യുന്നത്. ഇനി എന്താണ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞില്ല അല്ലേ? നമ്മുടെ ഈ ബിയാസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ബിയാസ് ഖുണ്ട് നിയർ റോഹ്താങ് പാസിന് അടുത്തുള്ള ബിയാസ് ഖുണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ബിയാസ് റിവർ എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആൻഷ്യൻ നെയിം എന്താണ്? വിപാസ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ബിയാസ് റിവർ അറിയപ്പെടുന്നത്. അപ്പൊ ബിയാസ് സ്മോളസ്റ്റ് എമംഗ് ദി മേജർ 5 ട്രിബ്യൂട്ടറീസ് 460 kilometers, originates from Bias Khund near Rohtang Pass ആണ്. അതിനുശേഷം എന്താണ്? പൂർണ്ണമായും ഇന്ത്യൻ ടെറിട്ടറിയിലൂടെ ഒഴുകുന്ന പഞ്ചനദികളിൽ ഏക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ലേറ്റർ എന്താണ് സത്ലജിലേക്ക് മെർജ് ചെയ്യുന്നു. എവിടെ വെച്ചിട്ട്? നിയർ പഞ്ചാബ് അല്ലെ, നിയർ ഹരിക്കെ ഇൻ പഞ്ചാബ് അല്ലെ, പഞ്ചാബിലെ ഹരിക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബിയാസ് എന്താണ് സത്ലജുമായിട്ട് മെർജ് ചെയ്യുന്നത്. വിപാസ എന്ന പേരിൽ, പ്രാചീന നാമം എന്താണ്? വിപാസ. ആൻഷ്യൻ നെയിം എന്ന് പറയുന്നത് വിപാസ എന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിയാസ് എവിടെയാണ്? ബിയാസ് ഇതെന്ത് ചെയ്യാണ്? നേരെ വന്നിട്ട് ഒറിജിനേറ്റ് ചെയ്യാണല്ലോ. നേരെ എന്ത് ചെയ്യാണ്? നമ്മുടെ സത്ലജിലേക്ക് കയറുകയാണ്. ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നെക്സ്റ്റ് എന്താണ്? നമുക്കറിയാം അല്ലെ, സത്ലജ് നമ്മുടെ ഈ ഒരു 5 അതുപോലെ തന്നെ എന്താണ് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ് ഏത്? സത്ലജ് എന്ന് പറയുന്നത്. 1450 കിലോമീറ്റർ ആണ് ഏകദേശം സത്ലജിന്റെ നീളം. സത്ലജിന്റെ ഏകദേശം ഒരു നീളം എന്ന് പറയുന്നത് 1450 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ് റാക്കാസ് ടിബറ്റിലാണ് കേട്ടോ ഒറിജിൻ, ടിബറ്റിലാണ്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? നമുക്കറിയാലേ ബാക്കിയെല്ലാം എന്താണ് ഇന്ത്യൻ ടെറിട്ടറിക്കകത്താണല്ലേ കിടക്കുന്നത്. ചെനാബ് ആയിക്കോട്ടെ, രവി, ബിയാസ് എല്ലാവരും എന്താണ് ഇന്ത്യൻ ടെറിട്ടറിക്കകത്താണ് എന്ത് ചെയ്യുന്നത്? ഒറിജിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സത്ലജ് മാത്രം എവിടെയാണ്? ഇങ്ങ് ടിബറ്റിലാണ് അല്ലേ? ടിബറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഒറിജിൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ലോങ്സ്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ടിബറ്റിലാണ് ഒറിജിൻ ചെയ്യുന്നത്. ടിബറ്റിലെ റാക്കാസ് എന്ന് പറയുന്ന ഒരു ലേക്കിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ലേക്കിനടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ സത്ലജ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ലെങ്ചൻ കബാബ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ സത്ലജ് അറിയപ്പെടുന്നത്. എലഫൻസ് മൗത്ത്, നേരത്തെ നമ്മുടെ ഇൻഡസിന് എന്താണ് ലയൺസ് മൗത്ത് എന്ന് പറഞ്ഞു. സത്ലജിന് അറിയപ്പെടുന്നത് എന്താണ്? എലഫൻസ് മൗത്ത് എന്നാണ് കേട്ടോ. ലെങ്ചൻ കബാബ്. ലെങ്ചൻ കബാബ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ സത്ലജിനെ അറിയപ്പെടുന്നത്. എന്നുകൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താണ് നമ്മുടെ ഈ ഒരു നമുക്കറിയാം അല്ലേ, ഭക്രാനങ്കൽ ഇന്ത്യയിൽ എന്താണ് വലിയ ഡാമായിട്ടുള്ള, ഇന്ത്യയിൽ എന്താണ് വളരെ വലിയ ഡാമായിട്ടുള്ള
ബക്രാനങ്കലൊക്കെ എന്താണ് സത്ലജിലാണ് എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നത് അല്ലെ. സത്ലജിലെ റിവറിൽ പണിയെടുത്തിട്ടുള്ള ഒരു വലിയ ഡാമാണ് ബക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്കറിയാം ഇൻഡസിന്റെ ഏറ്റവും എന്താണ് ലോങ്സ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആണ്. ഇനി ഈ ഒരു 5 ട്രിബ്യൂട്ടറീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോങ്സ്റ്റ് സത്ലജ് ആണ്. അതിനുശേഷം ചെനാബ് വരും, ദെൻ രവി, ചെലം, ബിയാസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ എന്താണ് ആ ഒരു ഇത് പോകുന്നത്. സത്ലജ്, ചെനാബ്, ദെൻ രവി, ചെലം, ബിയാസ്. അപ്പൊ ഇതാണെന്ത് അതിന്റെ ഒരു ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവരെ തരംതിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ എന്താണ് ഓർഡറിലാക്കി എഴുതി കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു ഓർഡർ എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെച്ചിരിക്കുക. സത്ലജ്, ചെനാബ്, രവി, ചെലം, ബിയാസ്, ഇതാണ് അതിന്റെ ഒരു ഓർഡർ എന്ന് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ ഈ 5 സിസ്റ്റത്തിനെ പറ്റി മനസ്സിലായില്ലേ? നമ്മൾ എന്താണ് ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇൻഡസിന്റെ ഈ ഒരു ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇൻഡസ് റിവർ പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സപ്ത സിന്ധു എന്ന് പറയുന്ന, അതായത് അറേബ്യൻസ് ഇതിന് പറയുന്ന ഹെപ്റ്റാ സിന്ധു എന്നാണ് കേട്ടോ. അപ്പൊ സപ്ത സിന്ധു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഇൻഡസ് എന്ന് പറയുന്ന ഈ ഒരു റിവറുമായി ചേർന്ന് വെച്ചുകൊണ്ട് ഒരു 7 റിവേഴ്സിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. നമുക്ക് 6 നമുക്ക് അറിയാം അല്ലെ. ഇൻഡസ് ഉണ്ട്, ചെലമുണ്ട്, ചെനാബ് ഉണ്ട്, രവി ഉണ്ട്, ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്. അപ്പൊ 6 റിവേഴ്സ് ആയി. ഇൻഡസും അതിന്റെ നമ്മൾ എന്താണ് പഞ്ചനദ് എന്നറിയപ്പെടുന്ന 5 ട്രിബ്യൂട്ടറീസും പറഞ്ഞു. ഇനി 7ാമതൊരാളും കൂടി ഇല്ലേ, അതാണ് സരസ്വതി. സരസ്വതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഭൂമിക്ക് അടിയിലൂടെ ഒഴുകി വന്ന് എന്ത് ചെയ്യാണ് ഇൻഡസുമായി ചേർന്ന് ഒഴുകുന്നു എന്ന് എന്ത് ചെയ്യാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ ഇത്രയും റിവർ സിസ്റ്റത്തിന് എന്താണ് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സപ്ത സിന്ധു അല്ലെങ്കിൽ ഹെപ്റ്റാ സിന്ധു എന്നൊക്കെ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക ഓർത്ത് വെച്ചിരിക്കുക. ഈ കോൺസെപ്റ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട റിവേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ് ഉണ്ട്, ചെലമുണ്ട്, ചെനാബുണ്ട്, രവിയുണ്ട്, ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്. അപ്പൊ ഇത്ര റിവേഴ്സിനെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സരസ്വതി ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്ന ഒരു റിവർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദ്വാബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ദ്വാബ് എന്ന് പറയുന്ന ഈ അബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇടയിൽ നിന്നുള്ള മീനിങ് ആണ്. അപ്പൊ ദ്വാബ് എന്ന് പറയുമ്പോൾ 2 റിവേഴ്സിന്റെ ഇടയിലുള്ള എന്താണ് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, നമുക്കറിയാലേ നമുക്ക് ചെലത്തിനും ചെനാബിനും ഇടയിൽ ഒരു ഏരിയ ഉണ്ട്, ചെലാബിനും രവിക്കും ഇടയിൽ ഒരു ഏരിയ ഉണ്ട്, ചെനാബിനും ബിയാസിനും ഇടയിൽ, അതുപോലെ തന്നെ രവിക്കും ബിയാസിനും ഇടയിൽ ഒരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ബിയാസിനും സത്ലജിനും ഇടയിലുള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇത് എന്താണ് കംപ്ലീറ്റ്ലി ഈ പഞ്ചാബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ 5 നദികളുടെ ഇടയിലൂടെ ഉള്ള ഒരു ഏരിയ എന്നുള്ളതിനാണ് ഈ പഞ്ച് എന്ന് പറഞ്ഞാൽ 5, ആബ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. അപ്പൊ എന്താണ് പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 5 റിവേഴ്സിന്റെ ഇടയിലുള്ള ആ ഒരു ഏരിയ എന്നുള്ളതാണ്. ഇപ്പൊ ശരിക്കും പഞ്ചാബ് എന്ന് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് മാത്രമല്ല. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പണ്ടൊരു പ്രോവിൻസ് ആയിരുന്നു അല്ലെ. അതിൽ നിന്നാണ് ഹരിയാന, ഹിമാചൽ പ്രദേശിന്റെ റീജിയൻസ്, അപ്പോൾ എന്താണ് അങ്ങനെ കുറെ എന്താണ് നമ്മുടെ ഈ കാശ്മീരിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരു പഞ്ചാബ് പെനിൻസുല ഉണ്ട് അല്ലെ. അപ്പോൾ എന്താണ് ആ ഒരു ഏരിയ കംപ്ലീറ്റ് വരുന്നത് എന്താണ് ഈ ഒരു പഞ്ചാബ് എന്ന് പറയുന്ന ഈ 5 നദികൾക്കിടയിലാണ്. അപ്പൊ അത്രയും വലിയ ഏരിയാസിനെയാണ് നമ്മൾ പഞ്ചാബ് എന്ന് പറയുന്നത്. അപ്പൊ അത് മീൻ ചെയ്യുന്നത് ഈ 5 നദികൾക്കിടയിലുള്ള ഏരിയ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ദ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നദികൾക്കിടയിലുള്ള ഏരിയ എന്നാണ് മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്താണ് ചെലത്തിനും ചെനാബിനും ഇടയിലുള്ള ഏരിയാസിനെ നമ്മൾ ചാജ് എന്ന് പറയും. ആ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ് രവിക്കും ചെനാബിനും ഇടയിലുള്ള രചന എന്ന് പറയും, ബിയാസിനും രവിക്കും ഇടയിലുള്ള ബാരി എന്ന് പറയും, ബിയാസിനും സത്ലജിനും ഇടയിലുള്ളത് ബിസ്റ്റ് എന്ന് പറയും. ഇനി നമ്മുടെ ഇൻഡസ് എന്ന് പറയുന്ന മെയിൻ റിവർ സിസ്റ്റവും അറേബ്യൻ സീക്കും ഇടയിലുള്ള ഏരിയസിനെ സിന്ധ് സാഗർ എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. 1960 1960 നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ട് 1960 ഇന്ത്യയും പാകിസ്ഥാനും കൂടി ചേർന്ന് ഒപ്പുവെച്ചിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അത് ആരൊക്കെയാണ് ഒപ്പുവെച്ചിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റു, നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അയൂബ് ഖാനും കൂടി ചേർന്നിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രീറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസിലെയും അതിന്റെ ഈ 5 നദികൾ 5 ട്രിബ്യൂട്ടറീസിലെയും വെള്ളം എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അതിനൊരു എന്താണ്
എന്താണ് ഒരു ഒരു റൂൾ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്താണ് ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അപ്രോച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. ആ വാട്ടർ ട്രീറ്റി പ്രകാരം ഇൻഡസിലെയും ചെലത്തിലെയും ചെനാബിലെയും നമ്മുടെ എന്താണ് സിന്ധു നദിയുടെയും ചെലം നദിയുടെയും ചെനാബ് നദിയുടെയും എന്താണ് വെള്ളത്തിന്റെ അവകാശം അല്ലെങ്കിൽ എന്താണ് അതിന്റെ എന്താണ് അത് തമ്മിലൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആനുകൂല്യം എപ്പോഴും എന്തായിരിക്കും പാകിസ്ഥാനായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ രവി ബിയാസ് സത്ലജ് ആണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു നമ്മുടെ എന്താണ് ഈ ഒരു ഫിഗർ നോക്കി അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താണ് നമ്മുടെ ഇൻഡസ് വാട്ടർ ഇതിന്റെ ഒരു കിടപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പർ സ്ട്രീം അല്ലേ, ഇത് ഒഴുകി വരുന്ന സ്ട്രീം കിടക്കുന്നതെന്ന് പറയുന്നത് മുഴുവൻ ഇന്ത്യയിലാണ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ലാർജർ ആയിട്ടുള്ള അണക്കെട്ടുകൾ കെട്ടിക്കഴിഞ്ഞാൽ എന്താണ് പാകിസ്ഥാനിലേക്ക് വെള്ളം എത്തുന്നത് എന്ത് ചെയ്യും, കുറയും അല്ലേ പാകിസ്ഥാൻ. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ എന്താണ് വെള്ളം കൊടുക്കുന്ന ഈ റിവേഴ്സ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യാണ് ബ്ലോക്ക് ചെയ്ത് അണക്കെട്ടുകൾ കെട്ടി ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇന്ത്യൻ ടെറിട്ടറിയിൽ ഇരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയും അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് തടയാൻ പറ്റും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രീറ്റിയാണ് എന്ത് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വളരെ ലിബറൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ ഒരു ട്രീറ്റിയിൽ കൊടുക്കുന്നത്. ഈ ഇൻഡസ് റിവറിന്റെ ഏകദേശം എന്താണ് നല്ലൊരു പങ്ക് ജലവും വേറെ ഒരു രാജ്യവും ഇങ്ങനെ ചെയ്യില്ല. അങ്ങനെ എന്താണ് നല്ലൊരു പങ്ക് ജലവും എന്ത് ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മൾ പാകിസ്ഥാനിലേക്ക് ഒഴുക്കി കൊടുക്കുന്നുണ്ട് എന്നുകൂടി എന്ത് ചെയ്യുക ഈ ഒരു ട്രീറ്റിയുടെ കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഇത് ക്ലിയർ ആയോ? നമ്മുടെ ഇൻഡസ് റിവർ സിസ്റ്റം ക്ലിയർ ആയോ? ഇൻഡസ് റിവർ സിസ്റ്റം ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്, ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഗ്യാഞ്ചസ് ആണ് അല്ലെ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഗ്യാഞ്ചസ് ആണ്. ഇന്ത്യയിലെ എന്താണ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ സിസ്റ്റം ആണ് ഗ്യാഞ്ചസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്യാഞ്ചസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗംഗോത്രി ഗ്ലേഷ്യർ അല്ലെ, ഉത്തരാഖണ്ഡിലെ ഗോമുഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കേവ് ആണ്, ഒരു ഗുഹയാണ്. ഇതിനെന്താണ് പശുവിന്റെ മുഖം പോലെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗോമുഖ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗോമുഖ് എന്ന് പറയുന്ന എന്താണ് ഒരു ഗുഹയിൽ നിന്ന് അവിടുത്തെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് ഗംഗ എന്ന് പറയുന്നത്. ഇനി ഒറിജിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗംഗയുടെ പേര് ഗംഗ എന്നാണോ? അല്ലല്ലേ. ആ ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഭഗീരഥി അല്ലെങ്കിൽ ജാനവി. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജാൻവി എന്നൊക്കെ പേരിടില്ലേ. അപ്പൊ ജാൻവി എന്നുള്ള പേരിന്റെ മീനിങ് എന്താണ്? ഗംഗാ റിവർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ ഈ ജാൻവി എന്നുള്ള പേരിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഗംഗ അതിന്റെ ഒറിജിൻ സ്ഥലത്ത് അല്ലെങ്കിൽ ഗോമുഖിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഭഗീരഥി അല്ലെങ്കിൽ ജാനവി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി അപ്പൊ എവിടം തൊട്ടാണ് നമ്മുടെ ഗാഞ്ചസ് അല്ലെങ്കിൽ ഗംഗയ്ക്ക് ആ ഒരു പേര് കിട്ടുന്നത്? ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഗംഗയ്ക്ക് ആ പേര് ഗംഗ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പൊ ദേവപ്രയാഗില് ഏതൊക്കെയോ റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് മെർജ് ചെയ്യുന്നുണ്ട് അല്ലെ, അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ റിവറാണ്? പ്രധാനപ്പെട്ട റിവേഴ്സ് ആയിട്ടുള്ള ഭഗീരഥിയും അളകനന്ദയും കൂടി എന്താണ് ജോയിൻ ചെയ്യുന്ന ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഗംഗാ റിവർ ആ പേര് സ്വീകരിച്ച് എന്ത് ചെയ്യുന്നത് ഒഴുകാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ പ്രയാഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ എന്താണ് ഹിന്ദു നമ്മുടെ ടൂറിസം അല്ലെങ്കിൽ ഹിന്ദു ഒരു മൊത്തത്തിലൊരു സ്പിരിച്വൽ വേയിൽ ചിന്തിക്കുന്ന സമയം നമുക്ക് മനസ്സിലാവും ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് വളരെ എന്താണ് ഈ ഒരു ഷ്രൈൻസിന് ഭയങ്കര ഫേമസ് ആണ്. ഒത്തിരി അധികം അമ്പലങ്ങളും എന്താണ് ഒരു തീർത്ഥാടനമൊക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഗാഞ്ചസിന്റെ ഒരു പ്രസൻസ് ആണ്. നമുക്കറിയാലോ വളരെ കൾച്ചറലി അതുപോലെ തന്നെ സ്പിരിച്വലി ഒക്കെ ഭയങ്കരമായി എന്താണ് ഹിന്ദു മിത്തോളജി പ്രകാരം അതുമായി ഭയങ്കരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റിവറാണ് ഈ ഗാഞ്ചസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉത്തരാഖണ്ഡിൽ ഈ ദേവപ്രയാഗ് എന്ന് പറയുന്ന ഒരു പ്രയാഗല്ല ഉള്ളത്, 5 പ്രയാഗ്സ് ഉണ്ട്, 5 പ്രയാഗുകളുണ്ട്. അപ്പൊ ഈ ഒരു നമ്മുടെ എന്താണ് ഗാഞ്ചസ് എന്ന് പറയുന്ന ഈ ഒരു റിവറിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 5 പ്രയാഗുകളും പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി പറയുന്ന എന്താ പ്രയാഗ് എന്ന് പറയുന്നത് വിഷ്ണു പ്രയാഗാണ്.
വിഷ്ണുപ്രയാഗാണ്. ഈ വിഷ്ണുപ്രയാഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ടാണ് നമ്മുടെ അളകനന്ദ ഭഗീരഥി, നമ്മൾ ഒരു റിവറിനെ വിളിച്ചല്ലേ ഗോമുഖിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ് ആ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ ആണെന്ന് ഭഗീരഥി എന്ന് പറഞ്ഞു അല്ലെ. സോറി, ഭഗീരഥി അല്ല, അളകനന്ദ. അപ്പൊ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്നത്. അപ്പൊ അളകനന്ദ ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രയാഗിനെയാണ്, അല്ലെങ്കിൽ ഒഴുകുന്ന ആ ഒരു പ്രയാഗിനെയാണ് നമ്മൾ വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്നത്. വിഷ്ണുപ്രയാഗിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അളകനന്ദയെ മറ്റൊരു പേരും കൂടി വിളിക്കും, വിഷ്ണുഗംഗ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അളകനന്ദ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയാണ് വിഷ്ണുഗംഗ എന്നും പറയുന്നുണ്ട്. അപ്പൊ വിഷ്ണുപ്രയാഗാണ് ഫസ്റ്റ് പ്രയാഗ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന പ്രയാഗാണ് നന്ദപ്രയാഗ്. അപ്പൊ ഫസ്റ്റ് പ്രയാഗ് എന്ന് പറയുന്നത് വിഷ്ണുപ്രയാഗില് എന്താണ് അളകനന്ദ ഒറിജിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് നന്ദപ്രയാഗ് ആണ്. അപ്പൊ നന്ദപ്രയാഗിൽ എന്താണ് മന്ദാകിനി അല്ല, നന്ദാകിനി എന്ന് പറയുന്ന ഒരു റിവറും അളകനന്ദയും കൂടി എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്ന പ്രയാഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നന്ദപ്രയാഗ് എന്ന് പറയുന്ന അളകനന്ദയും നന്ദാകിനി എന്ന് പറയുന്ന റിവറുമായി ജോയിൻ ചെയ്യുന്ന പ്രയാഗിനെയാണ് നമ്മൾ നന്ദപ്രയാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കർണപ്രയാഗ്. അപ്പൊ വിഷ്ണുപ്രയാഗ് പറഞ്ഞു, നന്ദപ്രയാഗ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന പ്രയാഗാണ്, 5 പ്രയാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5 പ്രയാഗ്സ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ പ്രയാഗാണ് കർണപ്രയാഗ്. അപ്പൊ അവിടെ എന്താണ് അളകനന്ദയും പിൻഡാർ എന്ന് പറയുന്ന ഒരു റിവറും കൂടി ജോയിൻ ചെയ്യുന്ന പ്രയാഗാണ് കർണപ്രയാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ്, ഈ പ്രയാഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, രുദ്രപ്രയാഗിലാണ് മന്ദാകിനിയും അളകനന്ദയും ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ പറഞ്ഞു, വിഷ്ണുപ്രയാഗ് പറഞ്ഞു, നന്ദപ്രയാഗ് പറഞ്ഞു, കർണപ്രയാഗ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് രുദ്രപ്രയാഗാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ദേവപ്രയാഗ്. 5ാമത്തെ പ്രയാഗാണ് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് അളകനന്ദയും ഭഗീരഥയും ജോയിൻ ചെയ്ത് റിവർ അല്ല ഗംഗാ റിവർ എന്ന് പറയുന്ന എന്താണ് പേരില് അറിയപ്പെടുന്നത്, ഗംഗാ റിവർ എന്നുള്ള പേരില് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഹരിദ്വാർ അല്ലെ, നമുക്കറിയാം ഋഷികേശ്, ഹരിദ്വാർ ഈ ഭാഗങ്ങളൊക്കെ എന്താണ് ഈ നമ്മുടെ എന്താണ് ഗംഗാ റിവറും അതുപോലെ തന്നെ എന്താണ് ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഹരിദ്വാർ, ഋഷികേശ്. ഈ ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹരിദ്വാറിൽ വെച്ചിട്ടാണ് നമ്മുടെ എന്താണ് ഈ ഗാഞ്ചസ് അല്ലെങ്കിൽ ഗംഗാ റിവർ എന്ത് ചെയ്യുന്നത്, പ്ലെയിൻസിലേക്ക് കയറുന്നത് ഈ ഒരു എന്താണ് നമ്മുടെ ഹരിദ്വാറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗംഗാ റിവർ അല്ലെങ്കിൽ ഗാഞ്ചസ് പ്രധാനമായി ഒഴുകുന്ന റിവേഴ്സ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, ഉത്തരാഖണ്ഡ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. അപ്പോൾ പ്രധാനമായി ഒഴുകുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, ഉത്തരാഖണ്ഡ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഉണ്ട്. ഇത്രയും എന്താണ് സ്റ്റേറ്റിൽ കൂടിയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ഗംഗാ റിവർ സിസ്റ്റം ഒഴുകുന്നത്. ഇനി നമ്മുടെ റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ എളുപ്പത്തിന് ഇവരെ നമ്മൾ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്നും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്നും പറയും. ഇനി എങ്ങനെയാണ് ഈ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് പറയുന്നത്, നമുക്കറിയാം അല്ലെ, ഗംഗ ഒഴുകുന്നതെന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് അല്ലെ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ, ഏകദേശം ഒരു എന്താണ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ആ ഒരു ഡയറക്ഷനിലല്ലേ ഇയാൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഗംഗ ഒഴുകുന്ന, അപ്പൊ നമുക്കറിയാം ഇങ്ങനൊരു ഡയറക്ഷനിലാണ്, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനൊരു ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. അപ്പൊ ആ ഗംഗ ഒഴുകുന്ന അല്ലെങ്കിൽ ഏതൊരു റിവറോ ആയിക്കോട്ടെ, ആ റിവർ ഒഴുകുന്ന ഡയറക്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കുക. ആ സമയത്ത് റിവറിന്റെ ലെഫ്റ്റിലൂടെ ഒന്ന് ചേരുന്ന ആൾക്കാർ നമ്മൾ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയും, റൈറ്റിലൂടെ ചേരുന്ന ആൾക്കാർ നമ്മൾ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്നും പറയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗംഗയുടെ പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതെന്ന് നോക്കാം. ഇനി ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് രാംഗംഗ. നോക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, രാംഗംഗ, അതുപോലെ തന്നെ ഗോമതി, ഗഗര, അതുപോലെ തന്നെ കോസി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. രാംഗംഗ, ഗോമതി, ഗഗര, അതുപോലെ തന്നെ ഗണ്ഡക്, ബുരി ഗണ്ഡക്, അതുപോലെ തന്നെ മഹാനന്ദ,
ഇവരൊക്കെ എന്താണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. നമ്മുടെ ഗാഞ്ചസിന്റെ വളരെ പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ഏത്? ഗോമതി, ഗഗര, രാംഗംഗ, ഗോമതി, ഗഗര, ഗണ്ഡക്, ബുരിഗണ്ഡക്, കോസി, മഹാനന്ദ ഇവരൊക്കെ. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, നമ്മൾ ഇവരെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പറയാൻ വേണ്ടി നോക്കി. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗണ്ഡക് ഇവിടെ ഉണ്ട്, ഗണ്ഡക് ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ രാംഗംഗ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് ആണ്. അതിനുശേഷം ഗോമതി വരുന്നു, ദെൻ അത് കഴിഞ്ഞ് ഗഗര വരുന്നു, ദെൻ ഗണ്ഡക് വരുന്നു, അതിനുശേഷം ബുരി ഗണ്ഡക് ഉണ്ട്, ദെൻ അതിനുശേഷം എന്താണ് കോസി ഉണ്ട്, അതിനുശേഷം മഹാനന്ദ. ഈ ഇത് കണ്ടോ മഹാനന്ദ. അപ്പൊ ഇത്രയും റിവേഴ്സ് ആണ് പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാഞ്ചസിന്റെ വളരെ പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഇവരാണ്. ഇനി ലെഫ്റ്റ് ബാങ്ക് മാത്രമാണോ? അല്ലല്ലേ, നമുക്ക് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്. അപ്പൊ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് യമുന, യമുന, യമുന. അതിനുശേഷം രണ്ടാമതായി വരുന്ന ആളാണ് സൺ, സൺ അല്ലെങ്കിൽ സോൺ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സണ്ണ്, ദാമോദർ, ദാമോദർ ഇവരൊക്കെ എന്താണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇവിടെ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും യമുന അല്ലെ, യമുന ഉണ്ട്. അപ്പൊ യമുനയിലേക്ക് വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ചമ്പല്, അതുപോലെ തന്നെ ബെത്തുവ, ചമ്പല്, ബെത്തുവ, കെന്ന് ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ടും യമുനയിലേക്ക് വന്നു ചേരുന്ന ആൾക്കാരാണ്. യമുനയിലേക്ക് വന്നു ചേരുന്ന ആൾക്കാരാണ് ഈ സണ്ണ്, അതുപോലെ തന്നെ ദാമോദർ. ദാമോദർ ശരിക്കും പറഞ്ഞാൽ ഹൂഗ്ലിയിലേക്ക് വന്നു ചേരുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ എന്താണ് ഗാഞ്ചസിന്റെ എന്താണ് ട്രിബ്യൂട്ടറി എന്ന് തന്നെയാണ് പറയുന്നത് ദാമോദർ. നമുക്കറിയാലേ ബംഗാളിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് ഒരു റിവറാണ് ദാമോദർ. സോറോ ഓഫ് ബംഗാൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ദാമോദർ അല്ലെ. അതുപോലെ തന്നെ സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നതാണ് കോസി, സോറോ ഓഫ് ആസാം എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ബ്രഹ്മപുത്ര. ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ യമുനയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് ഇത് ചമ്പൽ, കെന്ന്, ബെത്തുവ. ചമ്പൽ, കെന്ന്, ബെത്തുവ എന്ന് പറയുന്നത് യമുനയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് യമുന, അതുപോലെ തന്നെ സണ്ണ്, ദാമോദർ ഒക്കെ നമ്മുടെ ഗ്യാഞ്ചസിന്റെ പ്രധാനപ്പെട്ട റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഏതാണ്? നമ്മുടെ ഗ്യാഞ്ചസിന്റെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? ഗഗര. നമുക്ക് യമുന പറയാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്, പക്ഷെ ഗഗരയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്യാഞ്ചസിന്റെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരുന്ന, വെള്ളം ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് കേട്ടോ പറയുന്നത്. ഗഗരയാണ് ഒത്തിരി വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ഗഗര ശരിക്കും നേപ്പാളിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റിവറാണ് ഗഗര എന്ന് പറയുന്നത്. നേപ്പാളിൽ ഇതിനെ കർണാലി, മാഞ്ചു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കർണാലി, മാഞ്ചു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഗഗരയെ എന്ത് ചെയ്യുന്നത് നമ്മുടെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേരുകളിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഗഗരയാണ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്നെന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക. ഇനി യമുന നമുക്ക് അറിയാല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടറി ആണ് നമ്മുടെ ഗാഞ്ചസിന്റെ വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ യമുനോത്രി എന്ന് പറയുന്ന എന്താണ് ഒരു ഗ്ലേഷ്യറിൽ നിന്ന്, ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള യമുനോത്രി എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന ഒരു പ്രധാനപ്പെട്ട റിവറാണ് യമുന എന്ന് പറയുന്നത്. പ്രധാനമായും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ യമുന എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത് അല്ലെ, യമുന ഒഴുകുന്നത്. ഇനി അലഹാബാദിൽ വെച്ചിട്ട് അല്ലെ, അലഹാബാദിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു യമുന എന്ത് ചെയ്യാണ് ഗാഞ്ചസിലേക്ക് ജോയിൻ ചെയ്യും. അലഹാബാദിൽ വെച്ച് യമുന എന്ത് ചെയ്യും ഗാഞ്ചസിലേക്ക് ജോയിൻ ചെയ്യും അല്ലെ, ഗാഞ്ചസിലേക്ക് ജോയിൻ ചെയ്യും. ഇപ്പൊ പ്രയാഗ്രാജ്, അലഹാബാദ് ഇപ്പൊ അറിയപ്പെടുന്ന പ്രയാഗ്രാജ് എന്നാണ്. ഇനി യമുനയിലെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് ചമ്പല്, സിന്ധ്, കെന്ന്, ബെത്വ. ചമ്പൽ, സിന്ധ്, കെന്ന്, ബെത്വ എന്ന് പറയുന്നത്. ഇനി എന്താണ് കെൻ ബെത്വ ലിങ്കിങ് പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കെൻ ബെത്വ ലിങ്കിങ് പ്രോജക്റ്റ് പറയുന്നത് എന്തിനാണ്? നമ്മുടെ രാജസ്ഥാൻ, മധ്യപ്രദേശ് റീജിയനിലേക്ക് എന്താണ് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ആയിരുന്നു. ഈ മധ്യപ്രദേശിലെ പന്ന ടൈഗർ റിസർവ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക അതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഈ കെൻ ബെത്വ ലിങ്കിങ് പ്രോജക്റ്റ് ഈ ഒരു പന്ന ടൈഗർ റിസർവിലൂടെയാണ് ഒഴുകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എൻവയോൺമെന്റൽ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇനി ചമ്പൽ നമുക്കറിയാലോ, ചമ്പൽ റാണി പൂലംദേവി അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഗൊറില്ല വാർഫെയർ, നമ്മുടെ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി. ബാഡ്ലാൻഡ് എന്ന് പറയുന്നത് വളരെ ഹൈലി ഇറോഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഒട്ടും ഫെർട്ടൈൽ അല്ല.
റിവർ ആണെങ്കിലും അലുവിയൽ ഡെപ്പോസിറ്റ് ഒക്കെ കാണുമെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒട്ടും എന്താണ് ഫെർട്ടൈൽ അല്ലാത്തൊരു ലാൻഡ് വരുന്നത് കൊണ്ടാണ് ഇതിന്റെ ബാഡ് ലാൻഡ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചമ്പലില് ഒത്തിരി അധികം ഡാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഗാന്ധി സാഗർ, ജവഹർ സാഗർ, അതുപോലെ തന്നെ റാണ പ്രതാപ്, കോട്ട ബാരേജ് ആണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലേക്കൊക്കെ വെള്ളം കൊടുക്കുന്നത് കേട്ടോ. കോട്ട ബാരേജ് ഇതൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ചമ്പൽ റിവറിലാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഇനി എന്താണ് ജസ്റ്റ് ഒന്നും കൂടി എന്താണ് നമ്മുടെ എന്താണ് നേരത്തെ പറഞ്ഞ ഗ്യാൻസിന്റെ മറ്റൊരു എന്താണ് ട്രിബ്യൂട്ടറിയാണ് സൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ബീഹാറിലെ പാട്നയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൺ എന്ന് പറയുന്ന റിവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗാൻജസിലേക്ക് ജോയിൻ ചെയ്യുന്നത് കൂടി എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. കണ്ടോ ഇവിടെ നമ്മുടെ സൺ റിവർ ഏകദേശം എന്താണ് പാട്നയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത് കൂടി എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയോ? ഇനി ഇവിടെ നിങ്ങൾ ഫരാക്ക ബാരേജ് എന്ന് പറയുന്ന സാധനം കണ്ടോ? ഫരാക്ക ബാരേജ് ശരിക്കും പറഞ്ഞാൽ ഈ ഫരാക്ക ബാരേജ് നമ്മുടെ എന്താണ് ഗാൻജസിൽ എന്താണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ പാലമാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ ഗാൻജസിലെ വെള്ളം ഹൂഗ്ലിയിലേക്ക് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫരാക്ക ബാരേജ് നിർമ്മിച്ചിട്ടുള്ളത് എന്നെന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മുടെ ഗാൻജസ് റിവർ സിസ്റ്റം മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ബ്രഹ്മപുത്ര റിവർ സിസ്റ്റത്തിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ബ്രഹ്മപുത്ര എന്ന് നേരത്തെ പറഞ്ഞതാണ്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ എന്താണ്, നമ്മുടെ ഇന്ത്യയിലല്ല ഒറിജിൻ അല്ലേ, ഇന്ത്യയിലല്ല ഒറിജിൻ, ടിബറ്റിലാണ്. ചാംയങ്ടങ് എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യറാണ്, ടിബറ്റിലുള്ള ചാംയങ്ടങ്. നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താണ് കൈലാഷ് റേഞ്ചിലുള്ള ചാംയങ്ടങ് എന്ന് പറയുന്ന ഗ്ലേഷ്യറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒറിജിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇയാൾ മാനസരോവർ ലേക്കിന് അടുത്ത് ആ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ഈ ബ്രഹ്മപുത്ര ഒറിജിൻ ചെയ്യുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് 2900 കിലോമീറ്റർ ആണ്. ഇനി ടിബറ്റിലൂടെ ഒഴുകുന്ന സമയത്ത് നമ്മൾ ഇയാളെ വിളിക്കുന്ന പേര് സാങ്പോ എന്നാണ്. ടിബറ്റിലൂടെ ഒഴുകുന്ന സമയത്ത് നമ്മൾ ഇയാളെ എന്താണ് സാങ്പോ എന്നാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ടിബറ്റിലൂടെ ഒഴുകുന്ന സമയത്ത് നമ്മൾ ഇയാളെ സാങ്പോ എന്ന് വിളിക്കും, സാങ്പോ റിവർ എന്നാണ്. ഇനി ചൈനയിൽ ഇത് യുർലാങ് സാങ്പോ എന്നാണ്. സാങ്പോ എന്ന് പറയുന്നത് ടി സൈലന്റ് ആണ്, അതിൻ്റെ ഇടയിൽ ടി ഉണ്ട്. യെസ്, ഇവിടെ കണ്ടോ, യുർലാങ് സാങ്പോ എന്ന് പറയുന്നത് ചൈനയിൽ ഇയാൾ അറിയപ്പെടുന്ന പേരാണ്. ശരിക്കും നമ്മൾ എന്താണ് ഇയാളെ സാങ്പോ എന്നേ പറയുന്നുള്ളൂ. യുർലാങ് സാങ്പോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ ഇയാൾ അറിയപ്പെടുന്ന ഈ ബ്രഹ്മപുത്ര റിവർ അറിയപ്പെടുന്ന പേരാണ് യുർലാങ് സാങ്പോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ടിബറ്റിലൂടെ ഒഴുകിയതിനു ശേഷം നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ ഇപ്പുറത്തുള്ള നംച ബർവ ഇതൊരു സിൻടാക്ഷിയൽ ബെൻഡ് ആണ് അല്ലെ, എന്താണ് ഈ സിൻടാക്ഷിയൽ ബെൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഹിമാലയാസ് ഇങ്ങനെ നീണ്ടു കിടന്നെന്ത് ചെയ്യാണ്, ഇങ്ങനെ നമ്മുടെ എന്താണ് ജമ്മു കാശ്മീരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് അരുണാചൽ പ്രദേശിന്റെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, വളഞ്ഞൊന്ന് ഒരു വളവുണ്ട്. അപ്പൊ ഈ ഒരു വളവിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിൻടാക്ഷിയൽ ബെൻഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. സിമിലർലി ജമ്മു കാശ്മീരിന്റെ ഈ ഒരു ഭാഗത്ത് ഇയാൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വളയും. അവിടെ എന്താണ് നംഗപർവ്വതം അല്ലെ, അവിടെ നംഗപർവ്വതം വെസ്റ്റേൺ ടിപ്പിൽ അത് അറിയപ്പെടുന്ന നംഗപർവ്വതം എന്നും ഈസ്റ്റേൺ ടിപ്പിൽ അതിനറിയപ്പെടുന്ന നംച ബർവ എന്നുമാണ്. അപ്പൊ ഈ നംച ബർവയുടെ ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റിവർ ജസ്റ്റ് ഒന്ന് യൂ ടേൺ എടുത്ത് എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് കയറി ഒഴുകാൻ വേണ്ടി തുടങ്ങും. ഇനി ചുമ്മാതാണോ ഒഴുകുന്നത്, അല്ലേ, അവിടെ ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. എന്താണ് ഈ ഗോർജ് എന്ന് പറയുന്നത്, റിവറിന്റെ ഒരു ഇറോഷണൽ ഫീച്ചർ ആണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നടക്കുന്നത്, വളരെ വെർട്ടിക്കൽ ആയിട്ടുള്ള എന്താണ് 2 സൈഡ് വാൾസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള എന്താണ് ഒരു ബേസും ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗോർജ് സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നതിനെ കഴിഞ്ഞു എന്താണ് വളരെ അടിപൊളിയാണ് കേട്ടോ, കാണാൻ എപ്പോഴെങ്കിലും ഭംഗിയാണ്. നമുക്ക് ഇവിടെ കേരളത്തിൽ ഗോർജുകളൊന്നുമില്ല,
ആന്ധ്രാപ്രദേശ് ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗോർജുകളുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് ഒരു ഗോർജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗോർജിന്റെ പേരെന്താണ്, ദിഹാങ്. ദിഹാങ് എന്നുള്ള ഒരു ഗോർജ് അല്ലെ. അപ്പോൾ എന്താണ്, ദിഹാങ്ങിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ, ഈ ഒരു ഗോർജിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഈ റിവറിനെ പറയുന്ന ബ്രഹ്മപുത്ര നമ്മുടെ അരുണാചൽ പ്രദേശിലൂടെ കയറുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ദിഹാങ് അല്ലെങ്കിൽ സിയാങ്. ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ബ്രഹ്മപുത്ര റിവർ അറിയപ്പെടും. ബ്രഹ്മപുത്ര റിവർ അറിയപ്പെടും. അതിനുശേഷം എന്ത് ചെയ്യും, ഇയാള് പിന്നെയും മുന്നോട്ടൊഴുകും. അരുണാചൽ പ്രദേശിലൂടെ പിന്നെയും മുന്നോട്ടൊഴുകുന്ന സമയത്ത് ഈ ദിഹാങ്ങിലേക്ക് 2 റിവേഴ്സ് വന്ന് ജോയിൻ ചെയ്യും. അത് സാദിയയിൽ വെച്ചിട്ട്, ആസാമിലെ സാദിയയിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്, ദിബാങ് എന്നും അതുപോലെ തന്നെ എന്താണ്, ലോഹിത് എന്നും പേരുള്ള, ദിബാങ് എന്നും ലോഹിത് എന്നും പേരുള്ള 2 റിവേഴ്സ് വന്നിട്ട് നമ്മുടെ ദിഹാങ്ങിൽ ജോയിൻ ചെയ്യും. ഈ ജോയിൻ ചെയ്യുന്ന സാദിയ എന്ന് പറയുന്ന സ്ഥലത്തിന് ശേഷം ഈ റിവറിന്റെ പേര് മാറി ബ്രഹ്മപുത്ര, ബ്രഹ്മാവിന്റെ എന്താണ്, പുത്രൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുത്രി എന്നുള്ള രീതിയിലാണ് ഇത് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ സാദിയയ്ക്ക് ശേഷം, സാദിയ മുതൽ ഇന്ത്യയിലെ ആസാമിലെ തന്നെ ധൂബ്രി വരെ, സാദിയ മുതൽ ധൂബ്രി വരെയാണ് ടെക്നിക്കലി നമ്മുടെ എന്താണ് ഈ ഒരു ബ്രഹ്മപുത്ര എന്ന് പറയുന്ന പേരിൽ ഇയാൾ ഒഴുകുന്ന, ഈ ഒരു റിവർ ഒഴുകുന്നത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമ്മുടെ എന്താണ്, നമുക്കറിയാം അല്ലെ, ആസാമിലെ സാദിയയിൽ നിന്നും ആസാമിലെ ധൂബ്രി വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രഹ്മപുത്ര എന്നുള്ള പേരിൽ ഇയാൾ ഒഴുകുന്നത്. ഇനി എന്താണ്, ഇവിടെയും ബ്രഹ്മപുത്രയ്ക്കും ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ധാൻസിരി, ലോഹിത്, കലാങ്, ദിബാങ്. ധാൻസിരി, ലോഹിത്, കലാങ്, ദിബാങ് ഒക്കെയാണ് പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് സുബാൻസിരി, കാമെങ്, മനസ്. നമുക്കറിയാലേ, ആസാമിലെ ഒരു നാഷണൽ പാർക്കാണ് മനസ് എന്ന് പറയുന്നത്. ആ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന റിവറും എന്താണ്, മനസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാലേ, വൺ ഹോൺ റൈനോ ആസാമിലെ ഒറ്റ കൊമ്പുള്ള കാണ്ടാമൃഗം അല്ലെ, കാണ്ടാമൃഗം റൈനോസ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, വളരെ ഫേമസ് ആണ് ഈ മനസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടീസ്റ്റ എന്നൊക്കെ പറയുന്നത്, ടീസ്റ്റ നമുക്കറിയാലോ, സിക്കിമിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട റിവർ ആണ് ഇത് ടീസ്റ്റ എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ടീസ്റ്റ പണ്ട് നമ്മുടെ എന്താണ്, ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിരുന്നു കേട്ടോ. പണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, 1-2 വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല, ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗാഞ്ചസിന്റെ ട്രിബ്യൂട്ടറി ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, പിന്നീട് ബ്രഹ്മപുത്ര അതിനെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ബ്രഹ്മപുത്രയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ എന്താണ്, ഭയങ്കര ഫ്ലഡിങ് വരും കേട്ടോ. ഇയാൾ എന്താണ്, ഈ മഴ പെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വെയിലാകുന്ന സമയത്തും ഒക്കെ എന്താണ്, ഭയങ്കര എന്താണ്, കലങ്ങി മറിഞ്ഞ് ഒത്തിരി വെള്ളം കൊണ്ടുവരുന്ന ഒരു റിവറാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആസാമിലെ ഫ്ലഡിന് സ്ഥിരമുള്ള പരിപാടിയാണ്. എല്ലാ മൺസൂൺ നോക്കുമ്പോഴും എന്തായിരിക്കും, ബ്രഹ്മപുത്ര ഫ്ലഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ സമ്മർ നോക്കുമ്പോഴും ബ്രഹ്മപുത്രയിൽ ഫ്ലഡിങ് ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ടിബറ്റൻ റീജിയനിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ അലേർട്ട് ആവില്ല, നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വന്ന് കയറിയതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബ്രഹ്മപുത്രയിലെ ഈ ഒരു റിവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന കോഴ്സ് വരുന്നതൊക്കെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, സ്ഥിരമായി എന്താണ്, ആസാമിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, വെള്ളപ്പൊക്കം, ഫ്ലഡുകളും മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സോറോ ഓഫ് ആസാം എന്നാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നതെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോറോ ഓഫ് ആസാം എന്നാണ് നമ്മുടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് തന്നെ സോറോ ഓഫ് ആസാം എന്നുള്ളതാണ്, ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലേറ്റർ എന്താണ്, ധൂബ്രിയിൽ എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ബ്രഹ്മപുത്ര നേരെ ബംഗ്ലാദേശിലേക്ക് ഒഴുകി തുടങ്ങും. ബംഗ്ലാദേശിലേക്ക് കയറുന്ന സമയത്ത് ജമുന എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം ഗാഞ്ചസുമായി എന്താണ് ചേരുന്നു. ഗാഞ്ചസിന്റെ പേര് അവിടെ പത്മ എന്നാണ് അല്ലെ. അപ്പം അതിന് കുറച്ച് ദൂരം പത്മ എന്നുള്ള പേരിൽ തന്നെ എന്താണ് ഒഴുകും. അതിനുശേഷം എന്താണ്, നമ്മുടെ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് വെച്ചിട്ട് മേഘ്ന എന്ന് പറയുന്ന ഒരു റിവറുമായി ഇവരെന്ത് ചെയ്യും, കൂടിച്ചേർന്ന് മേഘ്ന എന്നുള്ള പേരിൽ എന്താണ് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് കയറും. ഇനി ടീസ്റ്റയുടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ടീസ്റ്റ എന്ന് പറയുന്ന സിക്കിമിലൂടെ ഒഴുകുന്ന വളരെ എന്താണ് പ്രധാനപ്പെട്ട റിവറാണ്. പിന്നെ ടീസ്റ്റ നമ്മുടെ ബ്രഹ്മപുത്രയുമായി ജോയിൻ ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടല്ല, ജോയിൻ ചെയ്യുന്നത് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് എന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ആയിട്ടുള്ള മജുലി ഐലൻഡ് നമ്മുടെ ബ്രഹ്മപുത്രയിലാണ് എന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. മജുലി ഐലൻഡ് എന്താണ്, ബ്രഹ്മപുത്രയിലാണ് എന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹിമാലയൻ റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ.